ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 13:24. ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവാൻ അനേകർ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈശോയുടെ വഴി എന്നുള്ളത് ഇടുങ്ങിയ വഴിയാണ്, വചനത്തിൻ്റെ വഴിയാണ്, കുരിശിൻ്റെ വഴിയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വിശാലമാണ്, വിസ്തൃതമാണ്. അതായത് ഒഴുക്കിനൊത്തൊഴുകുന്ന വഴിയാണ് ലോകത്തിൻ്റെ വഴി. അതായത് ചത്ത മീനാണ് ഒഴുക്കിനൊത്തൊഴുകുന്നത്, എന്നാൽ ജീവനുള്ള മീന് ഒഴുക്കിന് വിപരീതമായി ഒഴുകുന്നു. അതായത് എല്ലാവരും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, മദ്യം വിളമ്പുന്നു, എല്ലാവരും കുടിക്കുന്നു, അവിടെ ഞാനും കുടിക്കുന്നു. അതായത് ഞാൻ ആ ഒഴുക്കിനൊത്തൊഴുകുന്നു, ഈ ലോകത്തിൻ്റേതായ രീതിയിൽ ജീവിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു, എല്ലാവരും പാവത്തിൽ ജീവിക്കുന്നു, ഞാനും അവരുടെ കൂടെ കൂടുന്നു. ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അതാണ് ഒഴുക്കിനൊത്തൊഴുകുന്നത്. എന്നാൽ ജീവനുള്ള മീന് അതിന് വിപരീതമായി ഒഴുകുന്നു. അതായത് പാവ സാഹചര്യങ്ങൾ അവർ ചെയ്യാതെ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെപ്പെടുത്തി അവരിൽ നിന്നുണ്ടാകുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിന്ദനങ്ങളെല്ലാം ഈശോയെ പ്രതി സഹിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നവരാണ് കുരിശെടുത്തുകൊണ്ടുള്ള ജീവിതം. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, വചനമനുസരിച്ച് ജീവിക്കുന്നവർ. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വിശാലമായ വഴിയാണ്. അനേകർ ഈ ലോകത്തിൻ്റേതായ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു, അവരെ എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരെ എല്ലാവിധ പീഡനങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും എല്ലാവരുടെ മേലെ ആഞ്ഞടിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് കുരിശെടുത്തുകൊണ്ടുള്ള ജീവിതം, ഇടുങ്ങിയ വഴിയിലുള്ള ജീവിതം. എല്ലാവരും യാത്ര ചെയ്യുന്ന വഴിയല്ല, ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് കുരിശെടുത്തുകൊണ്ടുള്ള വഴിയാണ്. നമുക്കറിയാം, വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാവരും ഇടുങ്ങിയ വഴിയിലൂടെ ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളും സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ചതാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലും ഈ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിച്ച് ജീവനുള്ള മീനെ പോലെ ഈശോ പറഞ്ഞു, മാർക്കോസ് 8:34, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാൻ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യസൗഭാഗ്യത്തിലെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. പരിശുദ്ധ ഉമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഉമ്മയുടെ നീലാങ്കി കൊണ്ട് നമ്മളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും മാലാഹമാരുടെയും മധ്യസ്ഥ അപേക്ഷിക്കാം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.